ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാമചന്ദ്രനിലാണ് നിൽക്കുന്നത്. ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാനുണ്ട്, ചോട്ടുവുമുണ്ട്, പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. അപ്പോൾ പിന്നെ മീറ്റൂസിന് ഒരു ഷൂസ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീറ്റു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഷൂസ് തപ്പാൻ വന്നതാണ് ഈ ചോട്ടു. പിന്നെ അവസാനം അവിടെ ഉള്ള എല്ലാ ചെരുപ്പുകളും അടുക്കി വെക്കലും അങ്ങനത്തെ പണിയിൽ അങ്ങനെ ഏർപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ്. ഫുട്വെയർസൊക്കെ വാങ്ങാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം രാമചന്ദ്രൻ എന്ന് വാങ്ങുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാകുമ്പോൾ അവരുടെ ഫുട്വെയറിൻ്റെ സൈസ് പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോഴത്തേക്കും നമുക്ക് വേറെ പെട്ടെന്ന് മേടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസുമാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വേറെ അടുത്തത് മേടിക്കാനും നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ മീറ്റോസിനുള്ള ഷൂസ് എടുത്തു. മീറ്റോസിന് പിന്നെ ചെരുപ്പ് ഷൂസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുതിയത് മേടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ മീറ്റോസിന് ഷൂസ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങണം. അപ്പോൾ ഇനി അതിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോട്ടുവിനാണെങ്കിൽ ഭയങ്കര ബോറടിച്ചു. പിന്നെ ചോട്ടു കിട്ടിയിടത്തെല്ലാം ഇരിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചോട്ടു ആദ്യം നോക്കുന്നത് അവിടെ ഇരിക്കാൻ പറ്റുമെന്നാണ്. അവിടെ അവൾക്ക് ചെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, കിട്ടുന്ന ഗ്യാപ്പിൽ കയറി അവളങ്ങ് ഇരുന്ന് സെറ്റായിക്കോളും. അങ്ങനെ പിന്നെ അമ്മയ്ക്കുള്ളതും മേടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. രാമേന്ദ്രയിൽ തന്നെ മേളിലത്തെ ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ പോയത്. ഞങ്ങൾ അവിടെ ചെന്നത് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞതിന് ശേഷമാണ്. എന്നിട്ടും അവിടെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം തീർന്നായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ഫലൂഡ ഓർഡർ ചെയ്തു. വീക്ക് ഡേ ആയിട്ട് പോലും രാമേന്ദ്രയിൽ തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് ഫലൂഡയും പിന്നെ ഒരു പിസ്തയുമാണ്. ചോട്ടൂസ് ഇതിൽ നിന്ന് ഏതാ സെലക്ട് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 ചോട്ടുവിൻ്റെ മുമ്പിലേക്ക് കാണിച്ചായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ചോട്ടു സെലക്ട് ചെയ്തത് പിങ്ക് കളർ സ്ട്രോബെറി. അവൾക്ക് പിങ്കിനോട് ചെറിയ താല്പര്യം കൂടുതലായതുകൊണ്ട് തന്നെ അവൾ പിങ്ക് കളറാണ് ആദ്യം സെലക്ട് ചെയ്തത്. അവൾക്കാണെങ്കിൽ 2 ഫ്ലേവറും ഇഷ്ടമായി. അവൾ അല്ലെങ്കിലും ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മേളിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ അവൾ കുട്ടികൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കും ദേഹത്താക്കും. അങ്ങനെ ദേഹത്തൊക്കെ കുറച്ച് വീഴാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആദ്യമേ പെട്ടെന്ന് അങ്ങ് ഞങ്ങൾ ടിഷ്യൂ ഒക്കെ അങ്ങ് എടുത്തു. ടിഷ്യൂ ഒക്കെ വെച്ച് അങ്ങ് കവർ ചെയ്ത് കൊടുത്തു. പിന്നെ ഡ്രസ്സ് ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾ അതിൽ വന്ന് കൈയിടാൻ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരുടെയും സ്പൂണ് പിടിച്ചു വെച്ചു. പിന്നെ ഞാൻ നേരത്തെ 2-3 സ്പൂൺ എക്സ്ട്രാ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫലൂഡ എല്ലാം കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തിനി നമുക്ക് മാക്സിലേക്കാണ് പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ അടുത്ത മാക്സിലേക്ക് പോയി. ഇപ്പം നമ്മളിവിടെ വന്നത് ഒരു ബാഗി ജീൻസ് നോക്കാനാണ്. മീറ്റൂനൊരു ബാഗി ജീൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പം മീറ്റൂനൊരു ബാഗി ജീൻസ് നോക്കാനായിട്ടാണ് വന്നത്. എവിടെ പോയാലും ചോട്ടു എന്തെങ്കിലും കളിക്കാൻ കണ്ടുപിടിച്ചെടുത്തോളും. അങ്ങനെ ചോട്ടുവിനും കളിക്കാനായിട്ടൊരു സാധനം കിട്ടി, ഒരു ചെയർ കിട്ടി. പിന്നെ അതിന് ശേഷം ചോട്ടു അതിൽ നിന്ന് ഇറങ്ങുന്നുമില്ല, വിളിച്ചിട്ട് വരുന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടും ചോട്ടു വരുന്നില്ല. പിന്നെ നീനു ആണെങ്കിൽ അവളെ കളിപ്പിച്ച് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ച് അവളിങ്ങനെ ചുമ്മാ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ചെയറും എടുത്ത് പൊക്കിക്കൊണ്ട് വരുവാണ് ഞങ്ങളുടെ പുറകെ നിന്ന്. ആ ചെയർ കൊണ്ട് വെക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വരുന്നില്ല എന്നും പറഞ്ഞ് പിന്നെയും ആ ചെയറിൻ്റെ മുകളിൽ കയറി അങ്ങനെ അങ്ങ് ഇരിപ്പ് തുടങ്ങിയതാണ്. പിന്നെ അവൾ ഇറങ്ങുന്നില്ല. പിന്നെ ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് അത് മേടിച്ച് തരാം, ഇത് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ചോട്ടുവിനെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.